രാഷ്ട്രീയം വളരെ സാധാരണയായി നിരീക്ഷിക്കുന്ന നിരവധി ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. അത് ബി.ജെ.പി എത്ര നാൾ ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 25, 30, 40 കൊല്ലത്തേക്കൊക്കെ അവരിനിയും ഭരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു മാത്തമാറ്റിക്കലിയൊക്കെ കണക്ക് കൂട്ടി നോക്കിയാൽ ശരിയാണ്, പലപ്പോഴും കൃത്യമായിട്ടുള്ള പ്രതിപക്ഷമില്ല. ആ പ്രതിപക്ഷങ്ങൾക്ക് ഒന്നിച്ചു നിന്ന് ബി.ജെ.പി എതിർക്കാൻ സാധിക്കുന്നില്ല. ബി.ജെ.പി ആണെങ്കിൽ അതിൻ്റെ അധികാരവും പണവും മീഡിയയും എല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ വിലക്കെടുത്തുകൊണ്ട് അവർ വളരെ അനുസ്യൂതം അവരുടെ ജൈത്രയാത്ര തുടരുന്നു എന്ന് പറയുന്ന തോന്നലാണ് സാധാരണ എല്ലാ ആളുകൾക്കും തന്നെ ഉണ്ടാവാറുള്ളത്. പലപ്പോഴും പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. ഒന്നും കൂട്ടിയാൽ രണ്ടാവില്ല അവിടെ എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. അങ്ങനെ രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി ഇപ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ 12 കൊല്ലങ്ങളായി ഇന്ത്യ കാണാതിരുന്ന വലിയ പ്രതിഷേധം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജന്തർ മന്ദറിൽ CJP തുടങ്ങി വെച്ച പ്രൊട്ടസ്റ്റാണ്. CJPയും ഇടതുപക്ഷവും കൂടി ചേർന്നാണ് അത് തുടങ്ങി വെച്ചത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് കൂടി അത് ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള 2 ഡിമാൻഡുകൾ, അതായത് അവർ നേരത്തെ പറഞ്ഞിരുന്നത് 1 കോടി രൂപ വീതം ഓരോ കുട്ടിക്കും, മരിച്ചുപോയിട്ടുള്ള 23 കുട്ടികളിൽ ഓരോ കുട്ടികൾക്കും നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. ആ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതിൽ ഏതാണ്ട് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൂടാതെ ഇവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ പിൻവലിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ്. ആ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്ന ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ധർമ്മേന്ദ്ര പ്രധാനെ മറ്റേതെങ്കിലും വകുപ്പുകൾ കൊടുത്ത് മാറ്റിയേക്കാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. അത് മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് 2024 തന്നെ ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ അതിൻ്റെ ബ്രാൻഡിൽ വലിയ ഇടിവുണ്ടായി എന്നുള്ളത് കണ്ടെത്തിയതാണ്. RSSകാർക്കും അത് മനസ്സിലായതാണ്. പക്ഷേ പിന്നീട് വന്ന ചില തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തോടുകൂടി അത് റീഗെയിൻ ചെയ്യാൻ കഴിഞ്ഞു മോദിക്ക് എന്ന് പറയുന്ന തോന്നലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ തോന്നലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം 2 സംഭവങ്ങൾ കൊണ്ട്, അതായത് ഒന്ന് രാമക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള വലിയ കൊള്ളയുമായി ബന്ധപ്പെട്ടും, അതുകൂടാതെ ഇപ്പോൾ നടക്കുന്ന ഈ നീറ്റിലെ കൊലപാതകങ്ങൾ കൊണ്ടും അതുപോലെ CJPയുടെ പ്രൊട്ടസ്റ്റ് കൊണ്ടുമൊക്കെ തന്നെ ആ ബ്രാൻഡിൽ വലിയ ഇടിവ് ഇനി ഉണ്ടായിരിക്കുന്നു. ഇത്രയും കാലം BJPക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി എന്നുള്ള ഒരു ലേബൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മോദി ബ്രാൻഡ് അടപടലം തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ മോദി ബ്രാൻഡ് തകർന്നു വീണിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ 2029 തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിന് വീണ്ടും തിരികെ വരാൻ കഴിയുമോ എന്നൊക്കെ തന്നെയുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പക്ഷെ അതിലേക്ക് നിരവധി മാസങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഏത് അത്ഭുതവും വേണമെങ്കിലും സംഭവിക്കാം. വേണമെങ്കിൽ ജനങ്ങൾ ഇത് മറന്നു പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ രൂക്ഷത കുറെ കൂടി കൂടാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പഴയ പോലെ മോദിക്കുള്ളൊരു ഇമേജ് കാത്തു സൂക്ഷിക്കുക ഇനി ഏറെക്കുറെ ശ്രമകരമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കാര്യത്തിൽ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള പങ്ക്, മോദിയുടെ ഇമേജ് സൃഷ്ടിക്കുന്നതിൽ വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളാണ്. അത് സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെയാണ്. ആ സാറ്റലൈറ്റ് മാധ്യമങ്ങളും ദ ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിലും നിരവധി പത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും മോദിക്ക് കൊടപിടിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അവരെല്ലാവരും തന്നെ അറിയപ്പെട്ടിരുന്നത് ഗോദി മീഡിയ എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഈ ഗോദി മീഡിയയുടെ വിശ്വാസ്യതയും അടപടലം ഇതോടുകൂടി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു വെപ്പൺ, ഒരായുധം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ചുരുക്കം. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഗോദി മീഡിയയുടെ നിരവധി ആളുകൾ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇപ്പോൾ ABP ആനന്ദ് ബസാർ പത്രിക എന്ന് പറയുന്ന അവരുടെ ടെലിവിഷൻ ചാനലടക്കം, നിങ്ങൾ അറിയേണ്ടത് NDTV അടക്കം, അല്ലെങ്കിൽ ടൈംസ് നൗ അടക്കം, ഇത്തരത്തിലുള്ള നിരവധി ചാനലുകൾ ജന്തർ മന്ദറിലേക്ക് പ്രതിഷേധം ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തുകയും ആ ടെലികാസ്റ്റ് ചെയ്യാൻ എത്തുന്ന ആളുകളെ അവരൊക്കെ തന്നെ കൂവി ഓടിക്കുകയും ചിലരെയെങ്കിലുമൊക്കെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതാണ്. നേപ്പാളിൽ ഈ കഴിഞ്ഞ 2025 വലിയ മാറ്റമുണ്ടായപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി പണിയെടുക്കുന്ന, അവരുടെ എല്ലിൻ കഷ്ണങ്ങൾ ഉറിഞ്ചി വളരുന്ന
ഇത്തരത്തിലുള്ള മീഡിയകൾക്കെതിരെ അവിടെയൊക്കെ എങ്ങനെയാണ് പുതിയ യുവാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായത് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം. ആ സമയത്തൊക്കെ നേപ്പാളിൽ ഇന്ത്യൻ മീഡിയകൾക്ക് നിരവധി പേർക്ക് തല്ലുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ സ്വന്തം പണി ഭംഗിയായിട്ട് എടുക്കാത്ത ആളുകൾക്കൊക്കെ ഇത് തന്നെ ആയിരിക്കും എന്നുള്ള സൂചനകൾ അന്ന് തന്നെ കിട്ടിയിരുന്നു. ആരെയും കയ്യേറ്റം ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ, ജനത്തിൻ്റെ വെറുപ്പ് അവർ സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം റിപ്പബ്ലിക്കിലെ അർണബ് ഗോസ്വാമിയൊക്കെ തന്നെ 120 ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ 89 ചർച്ചകളിലും പ്രതിപക്ഷത്തെക്കുറിച്ചാവുകയും ബാക്കി ഭരണപക്ഷത്തെ വിമർശിക്കുന്ന ചർച്ചകൾ 5ഓ 6ഓ ആയി ചുരുങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ എങ്കിലും അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് കൊടുക്കുന്ന വാർത്തകളെയൊക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ജനത്തിൻ്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ ഗംഭീരമായി പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയിട്ടുള്ള പ്രതിപക്ഷത്തെ തടഞ്ഞു എന്ന് പറയുന്നൊരു ഹെഡിങ് ആണ് അവർ കൊടുത്തത്. കൂടാതെ 116 പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നൊരു വാർത്തയാണ് അവർ കൊടുത്തത്, ഹെഡ്ലൈനായി കൊടുത്തിരുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ഇന്ത്യൻ സമൂഹത്തെ ഇനി മുതൽ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളത് നരേന്ദ്രമോദി അടക്കമുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പം നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് പല ഏജൻസികളുടെയും ഒക്കെ മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊട്ടസ്റ്റിനെ എതിർത്തും അവരെ അപഹസിച്ചുകൊണ്ടുമൊക്കെ നിങ്ങൾ ചില റീലുകൾ പുറത്തിറക്കിയാൽ നിങ്ങൾക്ക് 20,000 30,000 ഒക്കെ തരാമെന്ന് പറഞ്ഞാണ് 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് പോലും ഈ പറയുന്ന മെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ എമൗണ്ട് കൂടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ പുതിയ വെപ്പണുകൾ കണ്ടെത്താനുള്ള പദ്ധതികളുമായി കേന്ദ്ര ഗവൺമെൻറ് ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ BJP സർക്കാർ ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ BJP പാർട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്നും മറന്നു പോകരുത്. നേരത്തെ ഈ സമരത്തിന് വന്നേക്കുന്ന ആളുകളെ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനാണ് ഏറ്റവും താഴെ തട്ടിലുള്ള ചില പ്രോ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ക്യാമ്പയിനൊക്കെ തന്നെ പിൻവലിക്കുകയും അവരുമായി ഇപ്പം ഡെയിലി 2-3 തവണ വീതം ചർച്ച നടത്തുകയും സോനം വാങ്ചൂക്കിനെ മാത്രം ആ നിരാകാരത്തിൽ നിന്ന് പിന്മാറ്റിപ്പിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അതിനിടയിൽ തന്നെ വളരുന്ന ജനരോഷം ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാത്രി വന്ന് ഒരു എക്സ്പോസ്റ്റിലൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്, സുഹൃത്തുക്കളെ എന്ന് വിളിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അടിമുടി വിറച്ചിരിക്കുന്നു, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ നഷ്ടമായിരിക്കുന്നു. ഇതിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ മടിത്തട്ട് മീഡിയ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള മീഡിയ ഹൗസുകളുടെ വിശ്വാസ്യത കൂടിയാണ്. അവർക്കും അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഒരു റീലിന് 20,000 30,000 50,000 രൂപ ഓഫർ ചെയ്തുകൊണ്ടും ഈ സമരത്തെ നേരിടാനുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതവരുടെ ഗതികേടിൻ്റെ ഏറ്റവും വലിയ പര്യായമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോദി എന്ന് പറയുന്ന ബ്രാൻഡും ഗോദി മീഡിയയും ഈ സമരത്തോടുകൂടി ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായും തന്നെ തകർന്നു വീഴുന്നിരിക്കുന്നു.